നമസ്കാരം. വേനൽക്കാലമാണ്, അസഹ്യമായ ചൂടാണല്ലേ. ഈ അസഹ്യമായ ചൂടിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനായിട്ടും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തണുപ്പിക്കാനായിട്ടും ഒക്കെ ചില മാർഗങ്ങളുണ്ട്. അതിൽ ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പിത്തം കൂടും. അതുകൊണ്ട് തന്നെ ഈ 10 ആഹാരങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയെങ്കിലും ചെയ്യണം. അതിൽ ഏതൊക്കെയാണ് ഈ 10 എണ്ണം എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് മുളക്, കുരുമുളക് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് മസാല കൂട്ടുകൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും അല്പം ഒരു പകുതിയിലേറെ നിങ്ങളൊന്ന് കുറയ്ക്കുക മസാലകളൊക്കെ തന്നെ. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടും എന്നുള്ളത് കൊണ്ടും എപ്പോഴും ഒരു ദാഹം തോന്നുക, അസിഡിറ്റി പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എപ്പോഴും അസിഡിറ്റിയുടെ പ്രോബ്ലംസ് പറയാറുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു വേനൽക്കാലം എന്നുള്ളത്. ഇനി രണ്ടാമത്തേത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ആഹാരങ്ങളാണ്. കൂടുതൽ എണ്ണയിൽ വറുത്തും പൊരിച്ചൊക്കെ എടുക്കുന്ന സ്നാക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ഐറ്റംസ് ആയിക്കോട്ടെ, ഏത് തന്നെയാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്നുണ്ട് എന്ന് വേണ്ട, ദഹനം ശരിയായിട്ട് നടക്കാണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനം കുറയുന്നത് കൊണ്ട് ശരീരത്തിന് കൂടുതൽ ആയാസം വരികയും അതുവഴി നമ്മുടെ ബോഡി ഹീറ്റ് കൂടുകയും ചെയ്യും. മൂന്നാമത്തേത് റെഡ് മീറ്റ് ആണ്. ഇത് ഡൈജഷന് കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന സാധനമായതുകൊണ്ട് തന്നെ റെഡ് മീറ്റിൽ അത് ബീഫും മട്ടൺ പോലുള്ള എല്ലാം തന്നെ ഉൾപ്പെടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെയാണ്, ദഹനം വളരെ പതുക്കെ നടക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ശരീരത്തിൽ ചൂട് കൂട്ടാൻ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്കത് ഈ ഒരു കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കോഫി കുടിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാലത്ത് കോഫിയെ നിർത്താം, അല്ലെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ കുറയ്ക്കുന്നതാണ് നല്ലത്. ബോഡിയിലെ ഹൈഡ്രേഷൻ കുറയ്ക്കും, ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടും കൂടുതൽ ദാഹം തോന്നാനും അതുപോലെയുള്ള ബോഡിയിൽ ടെമ്പറേച്ചർ കൂടാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ ഒഴിവാക്കാം. വാട്ടർ റിട്ടൻഷനിൽ താളപ്പിഴവുകൾ വരുത്തുന്ന ഒന്നാണ് കൂടുതൽ ഉപ്പടങ്ങിയിട്ടുള്ള സോൾട്ടി ആയിട്ടുള്ള ഡിഷസ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ അതിൽ പെടുന്നതാണ്. കൂടുതൽ ഉപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അച്ചാറുകൾ ഇതൊക്കെ ഒഴിവാക്കാം. ശരീരത്തിൽ ഷുഗർ ലെവൽ ഹൈ പീക്ക് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് കാർബണേറ്റഡ് ഡ്രിങ്കുകളെല്ലാം തന്നെ. ഇത് അമിതമായിട്ട് മധുരം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൂട്ടും, ദഹനത്തെ പ്രശ്നത്തിലാക്കും എന്നുള്ളത് കൊണ്ടും അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടും ഇത് അപകടകരമാണ്. ഏഴാമത്തേത് മധുരം. അതിൽ മധുരത്തിൽ തന്നെ ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ നിങ്ങൾക്ക് ആവാമെങ്കിലും ഇതിൽ അധികം ബേക്കറി ഐറ്റംസും മധുര പലഹാരങ്ങളും കേക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ദഹനത്തിന് വളരെ സാവകാശമാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിലെ ഷുഗർ കണ്ടൻറ്റ് പലപ്പോഴും പ്രശ്നക്കാരനായതുകൊണ്ടും തീർത്തും ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇതിൽ ഷുഗർ പാടെ ഒഴിവാക്കുന്നതാണ് നല്ലതെങ്കിലും പലപ്പോഴും നമുക്ക് ആ ഒരു ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ബോഡിയെ തണുപ്പിക്കാനും ലെമൺ ജ്യൂസൊക്കെ കുടിക്കുന്ന സമയത്ത് അതിലേക്ക് അല്പം പഞ്ചസാരയും അല്ലെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ORSൻ്റെ എഫക്റ്റ് കിട്ടും. ഈ രീതിയിൽ, നേരിയ രീതിയിലൊക്കെ മധുരം ഉപയോഗിക്കുക എന്നല്ലാതെ മധുരം പാടെ നിർത്തുന്നതാണ് വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പേക്കാൻ നല്ലത്. ഫാസ്റ്റ് ഫുഡിൽ തന്നെ പ്രോസസ്ഡ് ഫുഡും ഓയിലി ഫുഡും ഒക്കെ നമ്മുടെ ദഹനം വളരെ മന്ദഗതിയിലാക്കും എന്നുള്ളത് കൊണ്ടും ശരീരത്തിൻ്റെ ഹീറ്റ് കൂട്ടും എന്നുള്ളത് കൊണ്ടും ഇത് ഒഴിവാക്കാം. ഒൻപതാമത്തേത് അധികം വെളുത്തുള്ളിയും ഉള്ളിയൊന്നും ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇതും ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്ന പദാർത്ഥങ്ങളാണ്. എടുത്തു പറയേണ്ട ഒന്നാണ് പത്താമത്തേത് മദ്യപാനം എന്നുള്ളത്. മദ്യം നമുക്ക് എപ്പോഴും ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വേനൽക്കാലത്ത് ഒട്ടും അരുത്. ശരീരത്തിൽ ചൂട് കൂട്ടുന്നത് വഴി തന്നെ ഈ മദ്യം ശരിയായിട്ടുള്ള ഒരു ഉറക്കം, നിങ്ങൾ ഒരുപാട് സമയം മണിക്കൂറുകളോളം ഉറങ്ങുന്നുണ്ടെങ്കിലും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ ഈ മദ്യപാനം നിങ്ങളെ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസും അസിഡിറ്റിയും വയറ് വീർത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതും ഈ മദ്യപാനത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഇനി പുരുഷന്മാരിൽ ഈ മദ്യപാനം കൊണ്ട് കാണുന്നതാണ് മൂഡ് സ്വിങ്സ്. എല്ലാവർക്കും മൂഡ് സ്വിങ്സ് ഉണ്ട്. ഈ ഒരു കോർട്ടിസോൾ എന്നുള്ള സ്ട്രെസ് ഹോർമോണിൽ വളരെയധികം കൂടുന്നത് കൊണ്ട് തന്നെ പലർക്കും സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസം വരാം. ഒന്നാമത് ചൂട് കൂടിയിരിക്കുന്ന കാലാവസ്ഥയിൽ നമുക്ക് മൊത്തത്തിൽ ഒരു ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ തന്നെയാണല്ലേ, ചൂടും വിയർപ്പും കാരണം. അതിന് കൂടെ മദ്യപാനം കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ മാനസികാവസ്ഥയെ തന്നെ തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ നിങ്ങൾക്ക് വയറ് ചാടി വരുന്നു അല്ലെങ്കിൽ വെയിറ്റ് ഒട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലും ഈ മദ്യപാനത്തിനൊരു പങ്കുണ്ട്. അതുകൊണ്ട് വേനൽക്കാലത്തെങ്കിലും ഇത് മാറ്റി നിർത്താൻ ശ്രമിക്കുക. ഇതെല്ലാം ഒഴിവാക്കി പിന്നെ എന്ത് കഴിക്കും വേനൽക്കാലത്ത് എന്നുള്ള ചിന്തയൊന്നും വേണ്ട. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാടേറെ ആയുർവേദ ഡ്രിങ്കുകളെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതിൽ തന്നെ ഖർജൂരാതി മന്ദ, ഉശീര ഹിമ, ധാന്യക ഹിമ, ദ്രാക്ഷാതി പാനകം, അതുപോലെ തേങ്ങാവെള്ളം കുടിക്കുന്നതായാലും അല്ലെങ്കിൽ ആമലകി പാനകം, മധുക ഫാന്ത, കൂക്കം ജ്യൂസ്, മോര്, ഇങ്ങനെയുള്ള ഒരുപാടേറെ ഡ്രിങ്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കഴിക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ
ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് കണ്ടു നോക്കാവുന്നതാണ്. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ചിയാ സീഡ് കുതിർത്തിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. 2 ടീസ്പൂണിൽ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. കാരണം ഇതൊരു 30 മിനിറ്റ് എങ്കിലും സോക്ക് അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം മാത്രം കുടിക്കാൻ പാടുള്ളൂ. അത് ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കും. ഇത് കുതിർത്തിടാതെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. ദഹന പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും. നാച്ചുറൽ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള തേങ്ങാ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം ഇതൊന്നും തന്നെ ഒഴിവാക്കേണ്ടതില്ല. കുമ്പളം അല്ലെങ്കിൽ ഇളവം കേട്ടിട്ടില്ലേ? ശരീരത്തിൽ ചൂടകറ്റാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് കുമ്പളം എന്നുള്ളത്. ഈ കുമ്പളം തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി ഒരു കയ്യിൽ കൊള്ളാവുന്ന പീസ് എടുത്തിട്ട് നമുക്കതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം വെള്ളം ചേർത്തിട്ട്. ഇത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ ഏറെ നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് 1ഉം 2 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഒരു ഔഷധ കൂട്ടാണ് എന്ന് വേണം പറയാൻ. ശരീരത്തിനെ ഒന്ന് തണുപ്പിക്കാനും അതുപോലെയുള്ള ഫാറ്റൊക്കെ ഉരുക്കി കളയാനും ശരീരത്തിന് നല്ലൊരു ഭാരം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നത് കൂടിയാണ്. അസിഡിറ്റി, ശരീരത്തിൽ ചുട്ടുപുകച്ചിലൊക്കെ മാറ്റാനായാലും ശരീരത്തെ തണുപ്പിക്കാനായാലും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. വെറും വയറിൽ ഒരു ഗ്ലാസ് എങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒത്തിരി പഴങ്ങളും പച്ചക്കറികളും അതുപോലെ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതിൽ കൂടുതൽ വെള്ളം അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിൽ തന്നെ നമുക്ക് വിവാദമായിട്ടുള്ള നമ്മുടെ തണ്ണിമത്തനാണ് ആദ്യം പറയുന്നത്. പക്ഷേ എത്ര വിശ്വാസയോഗ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അത് ചിന്തിക്കേണ്ടതാണ്. തണ്ണിമത്തലിൽ അധികവും വെള്ളം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല തണ്ണിമത്തൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വെള്ളരി, കക്കിരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാം. അതിലും തന്നെ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്. എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും മാമ്പഴക്കാലം ആയതുകൊണ്ട് കഴിക്കാം. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ ബോഡിയിലെ ചൂട് കൂടും എന്നുള്ളത് കൊണ്ട് മിതമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കണം. ബോഡിയെ നന്നായിട്ട് തണുപ്പിക്കാനും അതുപോലെ ഹൈഡ്രേറ്റ് ആക്കി നിർത്താനും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുകയൊക്കെ ചെയ്യുന്നതും നല്ല എനർജി പ്രദാനം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒന്നാണ് മുന്തിരി. മുന്തിരി കഴിക്കുന്നത് ഏറെ നല്ലതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഴിക്കുക. പൈനാപ്പിളും തന്നെ വേനൽക്കാലത്ത് ഏറെ ഗുണകരമാണ്. ഇനി നമുക്ക് ഇലക്കറികളാണ്. ഇലക്കറികളിൽ അയണൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും എന്നുള്ളതിന് പുറമെ നിങ്ങൾക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാവുന്നതാണ്. മുരിങ്ങയൊക്കെ ആണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ ഇത് ശരീരത്തിന് ചെറിയൊരു മോഡറേറ്റ് ചൂട് കൊടുക്കും എന്നുള്ളത് കൊണ്ട് അമിതമായിട്ട് ഉപയോഗിക്കരുത്. ചിലപ്പോൾ ദഹന പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വെള്ളരി, പടവലം, തക്കാളി, ക്യാരറ്റ് ഇതൊക്കെ തന്നെ മറ്റനേകം ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് വേനൽക്കാലത്ത് നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചില കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ അധികമായിട്ട് കഴിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ പ്രത്യേകിച്ചും കപ്പ പോലുള്ള ഭൂമിക്കടിയിൽ വളരുന്ന കപ്പ, ഉരുളക്കിഴങ്ങ്, ചേന ഇതെല്ലാം തന്നെ അധികമായിട്ട് ഉപയോഗിക്കരുത്, മിതമായിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ് പലപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് നമ്മുടെ ശരീരത്തിന് നൽകുമെങ്കിലും അത് പലപ്പോഴും തന്നെ ശരീരത്തിനുള്ളിൽ കാര്യമായിട്ടൊന്നും ഒരു തണുപ്പ് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ബോഡിയെ ഒന്നും കൂടെ എല്ലാ ഭാഗവും കൂളാക്കാൻ വേണ്ടി ശരീരം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബോഡി ഹീറ്റ് കൂടും. അതുകൊണ്ട് എപ്പോഴും കുടിക്കാൻ നല്ലത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമോ അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ തണുപ്പിച്ചൊക്കെ തന്നെ കുടിക്കുന്നതിൽ തെറ്റില്ല. ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മൺകുടത്തിലോ കൂജയിലോ ഒക്കെ തന്നെ വെള്ളം നിറച്ച് വെക്കുന്നതാണ്. അല്ലെങ്കിൽ രാമച്ചം ഇട്ട് വെച്ചിട്ടുള്ള വെള്ളമാണെങ്കിൽ ഒന്നുകൂടെ കൂളിംഗ് പ്രോപ്പർട്ടി കിട്ടും. രാത്രി മധുരം, ശീതളപാനീയങ്ങൾ, എണ്ണ, ഫാസ്റ്റ് ഫുഡുകൾ, കൂടുതൽ മസാല അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ബേക്കറി ഇതെല്ലാം ഒഴിവാക്കണേ. ഇതൊക്കെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങളാണ്. ചൂടിൻ്റെ ഭാഗം കൊണ്ട് ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ ബോഡി ഹീറ്റ് ഒന്നുകൂടെ കൂടുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി പറയട്ടെ, ചെറിയൊരു ടിപ്പ് പറയാം. നമ്മുടെ കിടക്കുന്ന റൂമിൽ തന്നെ അല്പം വെള്ളം ഒരു വെസലിൽ കൊണ്ടുവച്ച് ഫാനൊക്കെ തട്ടുന്ന രീതിയിൽ, ചെറിയ റൂമാണെങ്കിൽ ഇത് വർക്കാവും. വലിയ രീതിയിലുള്ള AC യുടെ എഫക്റ്റ് ഒന്നും കിട്ടില്ലെങ്കിലും ചെറുതായിട്ട് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ തന്നെ റൂമിന് തോന്നാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തിൽ നമുക്ക് ശരീരത്തിൽ എപ്പോഴും തന്നെ വിയർപ്പും ചൂടും കാരണം ചെറിയ ചെറിയ കുരുക്കൾ, ചൂടുകുരു പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവർ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ആര്യവേപ്പില തിളപ്പിച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഇത്തരം കുരുക്കളൊക്കെ ഇല്ലാതാക്കാനും ആ ചൊറിച്ചിലിനൊക്കെ ഒരു ശമനം കിട്ടാനും ഏറെ നല്ലതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതും കുറയ്ക്കേണ്ടതുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളും കഴിക്കേണ്ടതായിട്ടുള്ളതും ഒക്കെ പറഞ്ഞല്ലോ. ഇത് ഈ ഒരു കാലത്ത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.